നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചൊന്ന് വേഗം ആയിക്കോട്ടെ. വീട്ടിൽ പോകായിരുന്നു. സംസാരിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഗിരി, അവരവരുടെ ശരിതെറ്റുകൾ അനുസരിച്ചാണ് എല്ലാവരും പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ സമ്മതിച്ചു. എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും പൊതുവായ ഒരു ന്യായമില്ല. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണത്തിന്റെ വിഷയത്തിലാണ് ഈ ചർച്ചയെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ തീരുമാനം ഞാൻ മാറ്റാനും പോകുന്നില്ല. എടുത്ത തീരുമാനം ശരിയാണെന്ന് ഗിരിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റണ്ട. അതിന് ഞങ്ങൾ ആരും നിർബന്ധിക്കുകയും ചെയ്യില്ല. പക്ഷെ ചില കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും വേണം ഗിരി ആ തീരുമാനം തുടരാൻ. ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് മുതൽ വീട്ടുകാരുടെ മനസ്സിൽ അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. പ്രത്യേകിച്ച് ഗിരിയുടേതുപോലെ സാമ്പത്തികമായി അത്ര മുന്നോക്കമല്ലാത്ത ഇടത്തരം കുടുംബങ്ങളിൽ. നിന്റെ രണ്ട് പെങ്ങന്മാരുടെ കല്യാണം നീ നടത്തിയതല്ലേ ഗിരി? അതെങ്ങാനും അവസാനം മുടങ്ങിപ്പോയിരുന്നെങ്കിൽ നിനക്ക് എന്തു തോന്നുമായിരുന്നു? നീ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? അതൊക്കെ എന്തിനാ ഇപ്പൊ ആലോചിക്കുന്നത്? വേറൊന്നിനല്ല ഗിരി, നന്ദുന്റെ കല്യാണ കാര്യത്തില് എന്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഒന്ന് ഊഹിക്കാനെങ്കിലും വേണ്ടിയിട്ടാണ്. എടാ, നീ ഒരിക്കലും ഒരു മനുഷ്യത്തിലാത്ത ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് പ്രയാസവും കണ്ട മനസ്സലിയുന്ന ഒരുത്തനായിട്ടാ ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. എടാ, ഞാൻ ഒരിക്കലും ആരെയും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് പലവട്ടം ഞാൻ സുമിതയോട് പറയാൻ ശ്രമിച്ചതുമാണ്. പക്ഷെ അവളുടെ തലയിൽ അത് എന്തുകൊണ്ട് കയറുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആ കല്യാണം നടന്നാൽ അത് മുടങ്ങുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ആയിരിക്കും പിന്നെ കാര്യങ്ങൾ എത്താൻ പോകുന്നത്. അത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. നന്ദിത അവിടേക്ക് വന്ന് കയറിയാൽ നിതീഷും അവന്റെ അമ്മയും അവളെ ചൊൽപ്പടിക്ക് നിർത്തും. അതോടെ നമ്മളെല്ലാവരും കൈയും കാലും കെട്ടിയ അവസ്ഥയിലായിരിക്കും പിന്നെ അവിടെ നിൽക്കുന്നത്. എന്ന് ആര് പറഞ്ഞു ഗിരി? എന്തുറപ്പുണ്ട് ഗിരിക്ക്? എന്റെ അനിയത്തിയല്ലേ അവള്? എനിക്കറിഞ്ഞൂടെ നന്ദുവിനെ? സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോ തിരിച്ചായിക്കൂടെ? നമ്മുടെ കുടുംബത്തിലേക്ക് നിതീഷിന്റെ ഭാര്യയായിട്ട് കയറി വന്നാലും അവള് നമ്മൾ പറയുന്നത് കേട്ടു നിൽക്കുമെങ്കിലും ഗിരി ഒന്നുമില്ലെങ്കിലും എന്റെ അനിയത്തിയല്ലേ അവള്? ഞാൻ പറയുന്നവള് കേൾക്കാതിരിക്കോ? എന്റെ വാക്കുകൾക്ക് അവള് വില കൽപ്പിക്കാതിരിക്കോ? എന്റെ നന്ദുവിനെ എനിക്കറിയാം. അവള് നിതീഷിന്റെ ഭാര്യയായിട്ട് വന്ന നിതീഷിന്റെ മുകളിൽ നമുക്കൊരു കടിഞ്ഞാണാണ് കിട്ടാൻ പോകുന്നത്. അവനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് അവൾക്ക് പറ്റും ഗിരി. നമുക്ക് വേണ്ടി അവളത് ചെയ്യും. നിതീഷിന്റെ അമ്മ ഗിരിയുടെ അച്ഛന്റെ അടുത്ത് ചെയ്ത കാര്യങ്ങൾക്കൊന്നും മാപ്പ് കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ. അവർ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെയും ദ്രോഹങ്ങളുടെയും കാര്യത്തില് നിയമപരമായോ വ്യക്തിപരമായോ എന്ത് വേണമെങ്കിലും ഗിരിക്ക് തീരുമാനിക്കാമല്ലോ. ഗിരി, ഗിരി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒടുവിൽ സത്യം ജയിച്ചാൻറ്റി. ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ആന്റിക്കും സത്യം മനസ്സിലായല്ലോ. നമുക്ക് പോവാം ആന്റി. എന്താടാ നിനക്ക്? എങ്ങോട്ടാ നീ പോകുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവും. നീ ആരാ അത് ചോദിക്കാൻ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തല്ല നീ പോകേണ്ടത്.
ഞാൻ പറയുന്നിടത്താ. മനസ്സില്ലെങ്കിലോ? മനസ്സ് ഞാൻ ഉണ്ടാക്കി തരാം. വാ. മാറിക്കടാ കൂടെ. നീ എന്താ ഗുണ്ടേസം കാണിക്കണോ? ഗുണ്ടായിസല്ലേ സാറേ, എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോകും. കൊണ്ടുപോകും. എന്താ നീ കൊണ്ടുപോയിക്കടാ? ഗുണ്ടായിസം പോലീസും കാണിച്ചൂടെ ചന്ദ്രബോസ്? മേഡം, രോഹിത്തും സുസ്മിതയായിട്ടുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയൊരു സൗന്ദര്യപ്പിണക്കാണെന്നല്ലേ കോടതി പറഞ്ഞത്? അവരത് പറഞ്ഞു തീർക്കട്ടോ? യെസ് മേഡം. രോഹിത് കൊണ്ടുപോളെ. വാ. ആന്റി വാ. വിടാൻ. എന്നാ എനിക്ക് പോകാനുള്ള കാർ എവിടെ? കാറൊന്നുമില്ല. എന്നാ ടാക്സി വിളിക്കേ. ടാക്സി ഇല്ല, ലൈൻ ബസ്. അതിന് വന്നോണം. ലൈൻ ബസ്സിൽ ഞാനോ? ആ, ഓട്ടോക്കാരൻ മോഹന്റെ മകന് അതിനുള്ള പണമൊക്കെ ഉള്ളൂ. വാ. ഭാമേന്റി, വിട് എന്നെ, വിട്. ശ്ശെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഞാൻ നന്നായിക്കോളാം. ഞാൻ ഇനി ഒരു ദ്രോഹവും ചെയ്യില്ല. രോഹിത്തിന്റെ നല്ല ഭാര്യയെ ജീവിക്കണമെങ്കിൽ അങ്ങനെ. ഓ. ഇനിയിപ്പോ ബന്ധം ഒഴിഞ്ഞു പോണെങ്കിൽ അങ്ങനെ. ഓഹോ. നീ ചെയ്തതോ ചെയ്യാൻ ആലോചിക്കുന്ന കാര്യങ്ങളോ അല്ല ഈ പറയുന്നത്. ഇനി നീ എന്റെ പിന്നാലെ വരില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പു സുസ്മിത. എന്റെ അമ്മയാണ് സത്യം. എന്നെ രക്ഷിക്ക്. പ്ലീസ്, എന്നെ രക്ഷിക്ക് സുസ്മിത, എന്നെ രക്ഷിക്ക്. ശരി, ഇനി നീ ചെയ്യാൻ പോകുന്നതോ ചെയ്യാതിരിക്കുന്നതോ ആയ കാര്യങ്ങളല്ലേ നീ പറയുന്നത്? അപ്പോ ഇതുവരെ ചെയ്തതോടെ പട്ടി. അപ്പൊ നീ ഇതുവരെ ചെയ്തോടി. വാളിവിടെ. രോഹിത്, വിട്. വാങ്ങിക്കോട്ടെ. രോഹിത്, വിട്. കേറി അങ്ങോട്ട്. അവിടെ കിടക്കണേ. ഏയ്, രോഹിത്, കഥ അടയ്ക്കല്ലേ. രോഹിത്, 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 കഥ തുറക്കാൻ. 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 തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. ഇതുകൊണ്ടൊന്നും ആയില്ല സുസ്മിതേ. ഇതൊരു തുടക്കം മാത്രം. രോഹിത്, തുറക്ക്. രോഹിത്, രോഹിത്, വാതിൽ തുറക്ക്. അല്ലെങ്കിൽ എന്റെ മൊബൈൽ ഇങ്ങിട്ടാ. അവളുടെ ഒരു മൊബൈല്.
രോഹിത് പ്ലീസ് രോഹിത് വാതിൽ തുറക്ക്. രോഹിത് എന്റെ ഫോൺ ബെല്ലടിക്കുന്നു. അറിയത്താ നിന്റെ ഊള ചിറ്റപ്പനാടി. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം തുടരുകയാണെന്ന് പറഞ്ഞേക്കട്ടെ. രോഹിത് പ്ലീസ് ഫോണിങ്ങിത്താ, എനിക്ക് സംസാരിക്കണം ചിറ്റപ്പനോട്. അങ്ങനെ നീ ഇപ്പൊ സംസാരിക്കണ്ട ചിറ്റപ്പൻ. ഓടി രോഹിത് രോഹിത് പ്ലീസ് വാതിൽ തുറക്ക്. രോഹിത് വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് രോഹിത്. തുറക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർച്ചന, എന്താ ഇവിടെ? എന്തിനാണ് പെണ്ണ് അതിനെ ഇങ്ങനെ തല്ലുന്നേ? ഒന്നും പറയണ്ട ചേച്ചി, എന്നെ തല്ലട്ടെ, വാശി തീരട്ടെ എല്ലാരുടെ. എന്താ ഇവിടെ? എന്താ കാര്യം? നീ എത്ര ചോദിച്ചാലും ഇവിടെ ആരും ഒന്നും മിണ്ടാൻ പോകുന്നില്ല. ഡേ, ഇവക്ക് ആരോടോ പ്രേമം. രാവിലെ അവനെ കാണാൻ പോയിട്ട് ഇപ്പൊ കേറി വന്നിരിക്കുന്നു. ഏടത്തേക്ക് എങ്ങനെ അറിയാം ആതിര അവനെ കാണാനാ പോയെന്ന്? അവള് രാവിലെ എന്നെ കാണാനാ വന്നത്. ഓരോ ഊഹിച്ച് പറയുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണേ എടുത്തി. ഇത് തന്നെയാ മോളെ ഈ വീട്ടിൽ കുഴപ്പം. അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാം ഊഹിച്ചെടുക്കും. 2-3 ദിവസമായിട്ട് ഈ പേരും പറഞ്ഞ് എന്റെ കുഞ്ഞ് തല്ലുകൊള്ളുക. സമാധാനമായല്ലോ എല്ലാവർക്കും. ഇതാണോ ഞാൻ ചോദിച്ചപ്പോ ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് നീ പറഞ്ഞത്? അനുബേട്ട, കാര്യം അറിയാതെ മുൻവിധി എടുക്കരുത്. എനിക്ക് ഉറപ്പുണ്ട് ആതിരയ്ക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ആദ്യം പറയുന്നത് നമ്മളോടായിരിക്കും എന്ന്. അങ്ങനെ ഇല്ലാത്തൊരു ബന്ധത്തിന്റെ പേരിൽ ഇനി ഉപദ്രവിക്കരുത് ആ പാവത്തിനെ. ഞാൻ തറപ്പിച്ചു പറയുന്നു, എന്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ല. ഉണ്ട്. എനിക്കൊരാളെ ഇഷ്ടം. അയാൾക്ക് എന്നോടാ ഇഷ്ടമുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആരെതിർത്താലും ശരി, ഞാൻ അയാളോടൊപ്പം പോയി ജീവിക്കും. എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാ ഞാൻ ഇതുവരെ ആരോടും ഇത് പറയാതിരുന്നത്. കേട്ടല്ലോ, ഇനി വല്ലതും പറയാനുണ്ടോ നിനക്ക്? ഇപ്പൊ മനസ്സിലായോ അച്ഛന് ഇതൊക്കെ ഞാൻ ഊഹിച്ചുണ്ടാക്കിയതല്ലെന്ന്? പറയടി, ആരാണ്? ഈ പേരും പറഞ്ഞ നീ തന്നെ ഉള്ളല്ലേ? മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പറ. അതിനെ ആരായാലും ശരി നമുക്ക് നടത്താം. ഈ ചേച്ചി നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പറ, ആരാ നിന്റെ മനസ്സില്? ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
കളമശ്ശേരിയിലെ സന്ദീപ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കട്ട കലിപ്പിൽ നിൽക്കുന്ന മഹിയേട്ടനെ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യണമായിരുന്നോ? അത് നേരാ. എന്തോ നേര്? അത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ശ്രേയയെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിലും മഹിയെ സപ്പോർട്ട് ചെയ്തതും ശരി തന്നെ. പക്ഷെ ശ്രേയയ്ക്ക് നേരെ ഉപയോഗിച്ച വാക്കുകൾ ഒന്നും മയപ്പെടുത്താമായിരുന്നു. അതും നേരാ. എടാ, ഈ വീട്ടിനുള്ളിൽ ശ്രേയെ നമ്മളിങ്ങനെ അഴിച്ചുവിട്ടാൽ നാളെ ഈ വീട്ടിൽ നമ്മുടെ സ്ഥിതി എന്താവും? അതെന്താ ഒന്ന് ആലോചിച്ച് നോക്കാത്തെ? അതെ അളിയാ. രേഷ്മ, ഒന്നോ രണ്ടോ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ബാധയല്ല ശ്രേയ. അത് കറക്റ്റ് ആളിയാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായോ? എനിക്കപ്പൊ അങ്ങനെയൊക്കെ പറയാനാ തോന്നിയത്. ഞാൻ അതങ്ങ് പറഞ്ഞു. കിട്ടിയ അവസരം മുതലെടുത്ത് രേഷ്മ ശ്രേയോടുള്ള ദേഷ്യം തീർത്തു. അത്രേ ഉള്ളൂ അളിയാ. ശ്രേയയോട് എനിക്ക് ദേഷ്യം ഇല്ലെന്നാണോ? പച്ചയ്ക്ക് കടിച്ചു തിന്നാനുള്ള ദേഷ്യം എനിക്ക് അവളോടുണ്ട്. അത് എനിക്കുണ്ട്. എന്ന് കരുതി നമ്മൾ അവളോട് പ്രകടമായി പ്രതികരിച്ച പിന്നെ അവള് കളി മാറ്റി പിടിക്കും. അതെ, പിന്നെ ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മൾ തെക്കോട്ടും വടക്കോട്ടും ഓടേണ്ടി വരും. മഹിയുടെ ഈ ദേഷ്യം മാറ്റിയെടുക്കാനുള്ള അടവുകൾ ഇനി ഓരോന്നായി അവൾ പുറത്തെടുക്കും. അതിനുള്ള ആലോചനയൊക്കെ അവൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോഴേ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള തിരക്കിലായിരിക്കും. ശ്രേയയും ആ തള്ളയും കൂടി എന്തെങ്കിലും മന്ത്രവാദവും കൂടോത്രവും ഒക്കെ നടത്തി മാളുവിന്റെയും മഹിയുടെയും മനസ്സ് മാറ്റിയ മനസ്സു മാറ്റിയാൽ മഹിയുടെയും ശ്രേയയുടെയും വിവാഹം നടക്കും. അങ്ങനെ നടന്ന നമുക്ക് കിട്ടാനുള്ള സ്വത്ത് കിട്ടണമെങ്കിൽ ശ്രേയയുടെ ഒപ്പ് കൂടി വേണം. ആ കാര്യം മറക്കരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രേയയോടൊരു മയത്തിൽ പെരുമാറിയ നമുക്കെല്ലാവർക്കും കൊള്ളാം. രാഹുൽ പറഞ്ഞതാ നേര്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. എന്താ മഹിയേട്ടാ? ഇന്ന് തക്ക സമയത്ത് മാളുവിനെ നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവന് തന്നെ ആപത്തുണ്ടായേനെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മാളുവിന്റെ ജീവൻ ശ്രീമഹേശ്വരൻ രക്ഷിച്ചോളും. എന്തായാലും എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ മഹിയേട്ടാ ഇതിനൊക്കെ എന്നോട് നന്ദി പറയുന്നത്? പറയണം. പലതവണയായി നീ എന്റെ മോളെ ആപത്തിന്ന് രക്ഷിക്കുന്നു. അത് കണ്ടില്ലാന്ന് നടിച്ച് എങ്ങയോട് നന്ദി പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മ പറഞ്ഞതുപോലെ ഇനി മുതല് നീ ഈ വീട്ടിലെ മറ്റു ജോലികളൊന്നും ചെയ്യണ്ട. മാളുവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഈ വീട്ടിൽ തന്നെ നീ നിന്നു. പറഞ്ഞു മനസ്സിലായോ? ശ്രീ മഹേശ്വര, മഹേട്ടന് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പം ഇവിടെ ഞാൻ കാണുന്നത് എന്റെ മകളായിട്ട് തന്നെ. കാഞ്ചനയ്ക്ക് ഇതിൽ വിയോജിപ്പുണ്ടോ? അമ്മുവിന്റെ കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുമില്ലേ. പ്രഭ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു. കഷ്ടം. വല്യേച്ചി തന്നെയാണോ ഈ പറയുന്നത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീകുട്ടിയുടെ ജീവിതം തകർക്കാമെന്ന് ധൂമകേതുവാണ് ഈ പെൺകുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവളല്ലേ വല്യേച്ചി? അതൊന്നും മറന്നു കളയണ്ട.
എന്താ വല്യച്ഛക്ക് ഇപ്പൊ സംഭവിച്ചത്? അല്ല, വല്യച്ഛയുടെ സ്ഥിരബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? സഞ്ജുവിനൊരു ജീവിതം വേണം. എന്റെ ശ്രീകുട്ടിക്ക് സഞ്ജുവിന്റെ എന്നല്ല ആരുടെയും ജീവിത പങ്കാളിയാവാൻ കഴിയില്ല. എല്ലാവരും വേദനിക്കുമ്പോഴും ചിരിച്ച മുഖത്തോടെ അവളിരിക്കുന്നത്. ആരുടെയും സഹതാപം എന്റെ ശ്രീകുട്ടി ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും ഒരു ബാധ്യതയാവാനും എന്റെ മകൾ ആഗ്രഹിക്കുന്നില്ല. ഇനിയുള്ള കാലം എന്റെ ശ്രീകുട്ടിക്ക് അച്ഛനും അമ്മയും മതിയെന്ന് എന്റെ മകളുടെ തീരുമാനം ഞങ്ങളും അത് അംഗീകരിച്ചു കഴിഞ്ഞു. നെഞ്ച് പിളർത്തിക്കളയുന്ന തീരുമാനങ്ങളൊന്നും നീ ഇപ്പൊ എടുക്കരുത്. സഞ്ജുവും ശ്രീകുട്ടിയും എന്റെ പേരക്കുട്ടികളും. അവരെ ഒരാൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചു പോയാൽ മാറ്റി നിർത്താൻ പാടുണ്ടോ? ഇവര് വിവാഹം ഉറപ്പിച്ചു വെച്ച കുട്ടികളല്ലേ പ്രഭേ? പ്രഭ്യാങ്കിൾ ആ സത്യം പറയാൻ മടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. വല്യപ്പച്ചിയും സ്വാതിയും ഇപ്പോഴും അത് അറിഞ്ഞിട്ടില്ല. പ്രഭയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് രണ്ടിലൊരാൾക്ക് ഇതുപോലൊരു ആപത്ത് പറ്റിപ്പോയതെങ്കിലോ? വിവാഹ നിശ്ചയം വിവാഹത്തിന് തുല്യമല്ലേ? ശ്രീകുട്ടി പറഞ്ഞത് കേട്ടാണ് പ്രഭ ഇപ്പൊ മകളുടെ കല്യാണം വേണ്ടെന്ന് വച്ചതെന്ന് ഞങ്ങൾക്കറിയാം. ശ്രീകുട്ടി അന്യ പെൺകുട്ടിയൊന്നും അല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗമാ. ഇവക്ക് എന്തെങ്കിലും കുറവുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. സ്വന്തം കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞു വേദനിപ്പിക്കാൻ വീട്ടിലുള്ളവർക്ക് കഴിയോ? വേണ്ട പ്രഭേ, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് പറയാൻ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ള അവകാശം എനിക്കുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജുവിന്റെ അമ്മുവിന്റെ കല്യാണം ഞാൻ നടത്തും. അതിൽ ഇടങ്കോലിടാൻ ശ്രീദേവി വന്നാൽ പോലും വകവെച്ച് തരില്ല ഞാൻ. അച്ഛൻ എന്നെ നിർബന്ധിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എന്റെ ചേച്ചിയുടെ ആളിനെ ദൈവത്തെ പോലെ ഞാൻ കാണുന്നത്. ഒരു കുറ്റബോധവും നിനക്ക് വേണ്ട മോളെ. ചേച്ചി, ചേച്ചി, ദൈവം ഈ കുടുംബത്തിലേക്ക് അയച്ചതാ നിന്നെ. നിന്റെ പ്രവൃത്തികൾ കൊണ്ട് ഈ കുടുംബത്തിലെ മരുമകളാകാൻ നിന്നേക്കാൾ യോഗ്യയായ മറ്റൊരാളില്ല. എനിക്കറിയാം അച്ഛനും ശ്രീദേവിയും ദിനേശിനും കാവേരിയും ഒക്കെ നിന്നെ അംഗീകരിക്കുമെന്ന്. എനിക്കും കാഞ്ചനയ്ക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മമ്മോള് തന്നെ നീ. അച്ഛൻ ഈ വിവാഹം ഉറപ്പിക്കാൻ പോവാ. ഞാനിത് ചെയ്തില്ലെങ്കിൽ സഞ്ജുവിന് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല. എന്റെ മോള് എതിർത്തൊന്നും പറയരുത്. പെരുവണ്ണപുരത്ത് അമ്മയാണ് എന്റെ ചേച്ചിയാണ് സത്യം. അച്ഛൻ ഇതിനെന്നെ പ്രേരിപ്പിച്ച ഞാൻ ജീവൻ ഒടുക്കി കളയും.
എനിക്കെന്റെ ചേച്ചിക്കൊപ്പം ജീവിച്ചാ മതി. അതിനപ്പുറം ഒരു ജീവിതം എനിക്കുണ്ടാവില്ല. അവൾ അവളുടെ തീരുമാനം പറഞ്ഞോ. ഇനി ഞാൻ എന്റെ തീരുമാനം പറയാം. എന്റെ നെഞ്ചിലെ പിടപ്പ് നീയാ. ഞാൻ ജീവനോട് ഉണ്ടാവണമെങ്കിൽ നീ എന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് നിനക്കും കൂടി 2 കാലുകൾ മതി. അമ്മ പറഞ്ഞതുപോലെ ഇതിവിടെ നിർത്താം. മോളെ, അമ്മ ഇങ്ങനെ പറയുമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ. ഇവൾക്കതിന് കഴിയില്ല അച്ഛ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചിക്ക് വൈകി മാറി ചേച്ചി, ഞാൻ കാണിച്ചിട്ട് എങ്ങനെ വേണ്ടങ്ങളെ. അച്ഛനെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കേണ്ടത് മകന്റെ കടമയാണ്. അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചവർക്ക് വിശാല ശിക്ഷ കൊടുത്തിരിക്കും. അതിപ്പോ ആരായാലും. അതാരായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ചേച്ചി, അവൻ കണ്ടുപിടിക്കില്ല. കണ്ടുപിടിക്കണമെങ്കിൽ ഗോപിയേട്ടൻ വാ തുറക്കണം. അല്ലെങ്കിൽ പാർവതി പറയണം. രണ്ടും സംഭവിക്കില്ല. സംഭവിച്ചാൽ അത് അരവിന്ദനെ ഏൽപ്പിക്കാൻ തന്നെയാ പോകുന്നത്. അത് അയാളുടെ കൈ കിട്ടിയ പിന്നെ ഉറപ്പാ ഞാനും ഏട്ടനും അറസ്റ്റ് ചെയ്യപ്പെടും. ഹലോ ജാസ്മിൻ. ഹലോ ഏട്ടാ. ഏട്ടാ ആകെ കുഴപ്പമായി. നമ്മൾ ഏത് നിമിഷവും കൊടുങ്ങും ഏട്ടാ. നീ കാര്യം എന്താന്ന് പറയൂ ജാസ്മിൻ. ഏട്ടാ, പാർവതിയുടെ റൂമിൽ നിന്ന് ഞാൻ ഒരു മേക്കപ്പ് മെറ്റീരിയൽ എടുത്തതാ. പക്ഷെ പാർവതി ഇത് കണ്ടുപിടിച്ചു. ആ സമയത്ത് സുശീൽ ആന്റി വന്നു. ആന്റി ആ മേക്കപ്പ് മെറ്റീരിയൽ എടുത്ത് പാർവതിക്ക് തിരിച്ചു കൊടുത്തു ഏട്ടാ. അതിന് നീ എന്തിനാ ഇപ്പൊ പേടിക്കുന്നത്? അതവള് വെച്ചോട്ടെ. ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടിൽ കണ്ടത് അതാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് സംശയമുണ്ട് ഏട്ടാ. അതുമായിട്ട് അവളിപ്പോ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. നേരെ അരവിന്ദനെ കാണാൻ പോയത് തന്നെ ആയിരിക്കും. മാർക്കറ്റിലോ മറ്റോ പോയതായിരിക്കും. അല്ല ഏട്ടാ, എനിക്ക് ഉറപ്പാ അരവിന്ദനെ കാണാൻ തന്നെയാ പോയത്. ഫ്ലവേഴ്സിലുണ്ടായ കെമിക്കലും ആ മേക്കപ്പ് മെറ്റീരിയലുണ്ടായ കെമിക്കലും ഒന്നാണെന്ന് അയാൾ കണ്ടുപിടിക്കും. അയ്യോ, നമ്മൾ അറസ്റ്റ് ചെയ്യും. വിശാലിനെ കൊല്ലാൻ നോക്കിയതുപോലെ ജയെ കൊന്നതും നമ്മളാണെന്ന് തെളിയിക്കപ്പെടും.
നമ്മള് ജയിലിൽ കിടക്കേണ്ടി വരും ഏട്ടാ. ഇനി എന്താ ചെയ്യാ? പാർവതി എപ്പോഴാ അതുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. നീ പേടിക്കണ്ട, അതുമായിട്ട് അവൾ അരവിന്ദിന്റെ അടുത്ത് എത്തില്ല. നീ ഫോൺ വെച്ചോ. ശരി ഏട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ പുത്തമ്പാലത്തിന്റെ താഴെ വരണം. ഓക്കെ സാറേ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഏറ്റു സാറേ, ഏറ്റു. ഓക്കെ. ഒരു പണിയുണ്ട്, വാ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്ത? എല്ലാരും അറിഞ്ഞു കാണുമല്ലോ. അച്ഛന്റെ മനസ്സിനെ പേടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു മോനെ, ഗാർഗി എന്നോട് പറഞ്ഞു. എന്തായിരുന്നു ആ സംഭവം? അതാ എനിക്ക് അറിയേണ്ടത്, അല്ലാതെ ആര് പറഞ്ഞു എപ്പ പറഞ്ഞു എന്നൊന്നും അല്ല. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞ് ആന്റിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം അച്ഛന്റെ ഉത്തരവാദിത്വം ആന്റി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു സഹോദരിയുടെ കടമ തന്നെയാണ് അത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ മുറിയിൽ അമ്മയ്ക്കും ആന്റിക്കും ഇഷ്ടമില്ലാത്ത ആരും കയറി പോകരുതെന്ന് അമ്മയും ആന്റിയും ചേർന്നല്ലേ ഓർഡർ ഇട്ടത്. ആ സ്ഥിതിക്ക് ആ മുറിയിൽ എന്ത് നടന്നാലും അത് ആന്റി അറിഞ്ഞിരിക്കണം, അമ്മയെ അറിഞ്ഞിരിക്കണം. നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ വിഷ്? ഗോപിയുടെ അസുഖം ഭേദമാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ ആ റൂമിൽ അധികം ആരും കയറരുതെന്ന് ഞാൻ പറഞ്ഞത്. പ്രഭേച്ചിയും അത് തന്നെയാ ഉദ്ദേശിച്ചത്. അധികമാരും കയറരുതെന്നല്ല ആന്റി പറഞ്ഞത്. ഒരു കാരണവുമില്ലാതെ ആന്റി ഒരാളെ ശത്രുവായി മുദ്ര കുത്തിയിട്ടുണ്ട്. ആ ആള് അച്ഛന്റെ റൂമിൽ കയറരുതെന്ന് ആന്റി പറഞ്ഞത്. അച്ഛനെ നോക്കാൻ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന ആളെ ആന്റി തടഞ്ഞു, കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. എന്നിട്ടോ ആന്റി അച്ഛനെ നന്നായിട്ട് നോക്കിയതുമില്ല. ഇതിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അച്ഛൻ രക്ഷപ്പെട്ട് കാണാൻ ആന്റിക്ക് ആഗ്രഹമില്ലെന്നാണോ? വിഷ്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ ബ്രദറാ അത്. നീ അച്ഛാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഏട്ടാന്ന് വിളിച്ച വ്യക്തി അത്. അപ്പോഴേ എന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ആന്റിയെ കാണിക്കേണ്ടത്. ആന്റി പറയൂ, എന്താ റൂമിൽ സംഭവിച്ചത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല. ഗോഡ് പ്രോമിസ്, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ബിലീവ് മീ വിഷ്. അച്ഛമ്മേ, അച്ഛമ്മ കാര്യമായി ഇടപെടാറില്ലെങ്കിലും ഇവിടെ നടക്കുന്നതെല്ലാം അച്ഛമ്മ ശ്രദ്ധിക്കുക അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലതും അറിഞ്ഞിട്ടും അച്ഛമ്മ മിണ്ടാതിരിക്കുകയാണെന്ന് ഗാർഗി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛമ്മ ഇനി മിണ്ടാതിരിക്കരുത്, തുറന്നു പറയണം. അച്ഛൻ സ്ട്രോക്ക് വന്ന് വീഴാനുള്ള കാരണം അച്ഛമ്മയ്ക്കറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സർ, എന്താണോ എനിക്കൊരാഗ്രഹമുണ്ട്. പറയേ. നമുക്ക് ആ ശിവമലയിലെ കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് പോയാലോ? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എന്താന്നറിയില്ല, അവിടെ പോണോന്നും തൊഴണമെന്നും ഒരു തോന്നല്.
മറ്റന്നാൾ നമ്മുടെ താലികെട്ട് നടക്കുന്നതിന് മുമ്പ് നമുക്കവിടെ കൃഷ്ണനോട് അനുവാദം വാങ്ങണം. ഓക്കെ, നമുക്ക് രാവിലെ തന്നെ പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളതല്ലേ? ആ അതെ, നേരത്തെ പോവാം. ഒരു കാര്യം കൂടിയുണ്ട്. യാത്ര നമുക്ക് ബൈക്കിലാക്കിയാലോ? ബൈക്കിലോ? അത് വേണ്ട. ബൈക്ക് ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ശരി, തന്റെ സന്തോഷം തന്നെയാ എന്റെ സന്തോഷം. അപ്പോ നാളെ രാവിലെ നമ്മള് ബൈക്കിൽ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നു. എന്താ? എനിക്ക് പേടിയാ, പതുക്കെ പോ. പതുക്കെ. ഹലോ. ആ ജിഗനങ്ങൾ, ഒരു പ്രധാന കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്താ ഐശ്വര്യ? ശ്യാമയാക്കിലും ഒരുമിച്ച് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവള് മുമ്പ് പോയിരുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ, ആ കാടിനടുത്തുള്ള ശ്രീകൃഷ്ണന്റെ അമ്പലം. ആ അങ്ങോട്ടേക്കാ പോയിരിക്കുന്നെ. നാളെ കല്യാണമല്ലേ, അതിനു മുമ്പുള്ള പ്രാർത്ഥനയോ പൂജയോ എന്തൊക്കെയാ. അല്ല, നാളെ കല്യാണം തകർക്കാൻ അങ്കിള് എന്തൊക്കെ കാര്യങ്ങൾ നീക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ വഴിയും കൂടി ഒന്ന് ചിന്തിക്കാം. കല്യാണ തലേന്ന് പ്രതിശ്രുത വരനും വധുവും വാഹനാപകടത്തിൽ മരിച്ചു. അതിപ്പോ ഒരു സ്ഥിരം വാർത്തയല്ലേ. ഇതും അതുപോലൊരു വാർത്തയായിട്ടങ്ങ് തീരും. ആ അവര് പോയ അമ്പലത്തിനടുത്താണെങ്കി ഒഴിഞ്ഞ ചെറിയ റോഡും കാടും ഒക്കെ ഉള്ളതല്ലേ. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. എന്നാ ശരി, നീ ഫോൺ കട്ട് ചെയ്തോ. കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. ആങ്കളെ, ഈ പ്രാവശ്യം ഈ പോക്കില് രണ്ടുപേരും ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. രണ്ടും തീരണം. കണക്ക് കൂട്ടിയാ ഞാൻ ഇനി നീങ്ങാൻ പോകുന്ന. രണ്ടും തീരും, അതുറപ്പാ. ഞാൻ വിളിക്കാം. ശരി അങ്കിൾ. നീ ഇന്ന് കൃഷ്ണനെ തൊഴിലടി. ഇനി അഥവാ കൃഷ്ണനെ തൊഴാൻ സാധിച്ചാലും നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് ജഗന്നാഥന്റെ വണ്ടിയല്ലേ? സാർ അതെ, നമുക്ക് പോവാം. എനിക്കെന്തോ പെട്ടെന്നൊരു പേടി തോന്നുന്നു. വാ പോവാം. ചുമ്മാ അങ്ങനെ പേടിക്കാതെ. അയാള് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വന്നതായിരിക്കും. എന്തായാലും നാളെ നമ്മുടെ കല്യാണമല്ലേ, അത് പുള്ളി അറിയിച്ചേക്കാം. എന്തിനാ വെറുതെ പിണങ്ങിയിരിക്കുന്നത്? എല്ലാരോടും സ്നേഹത്തിൽ പോകുന്നൊക്കെ തന്നെ നല്ലത്. പക്ഷെ എന്തോ എനിക്ക് ഇയാളെ ഭയങ്കര പേടിയാ. എന്തായാലും ഞാൻ ചെന്ന ആളെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ സർ. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇനി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ? വരട്ടെ. ഹായ് അങ്കിൾ. ഹായ്. എന്താ? അവിടെ ഇരിക്കായിരുന്നു, അപ്പോഴാ അങ്കിളിനെ കണ്ടത്. ജസ്റ്റ് ഒന്ന് വന്നതാ. എന്നുവെച്ചാ സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നതാ. സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നു എന്ന് വെച്ചാ? എന്നുവെച്ചാ സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നു, അത്ര തന്നെ. കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ രണ്ട് കൂട്ടരും തമ്മില് ബഹളവും വഴക്കും ഒക്കെയാ. അതിന്റെ കാരണം ആരാന്നുള്ളതൊക്കെ ഇനി സംസാരിക്കണ്ട. അഖിൽ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? നാളെ എന്റെ ശ്യാമയുടെ വിവാഹമാണ്.
അങ്കിൾ അറിഞ്ഞാണല്ലോ. ഒരു താലി കെട്ട് അമ്മയ്ക്ക് വേണ്ടിട്ടാ. നാളെ മുതൽ ഞങ്ങള് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാ. അപ്പോ എല്ലാ തരത്തിലും പുതിയ ജീവിതം ആകണ്ടേന്ന് കരുതിയിട്ടാ ഇപ്പൊ ഞാൻ അങ്കിളിനോട് സംസാരിക്കാൻ വന്ന. ഞാനും ശ്യാമയുണ്ട്. ദേ അവിടെയുണ്ട് ശ്യാമ. ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിട്ട് വന്ന. അയാൾ വരാനായിട്ട് കുറച്ച് വൈകും. എന്തായാലും ആ വൈകല് നന്നായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയത്. അഖില് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പഴയതൊക്കെ നമുക്ക് മറക്കാം. പരിഭവങ്ങളും വഴക്കുകളും ഒക്കെ നമുക്ക് അങ്ങ് ഉപേക്ഷിക്കാം. ശ്യാമയും കൂടി വിളിക്കേ. ശ്യാമ എന്തായാലും നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു അങ്കിൾ. ശ്യാമേ, ഞാൻ അങ്കിളിനോട് സംസാരിക്കായിരുന്നു പഴയ പരിഭവങ്ങളൊക്കെ മറക്കണമെന്ന്. പഴയ പരിഭവങ്ങൾ മറക്കാമെന്ന് ഇനി പറയണ്ട. നമ്മൾ മറന്നു കഴിഞ്ഞു. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിങ്ങൾ ദീർഘനാൾ കഴിയുക. സത്യത്തിൽ ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം കരുതുമായിരുന്നു കേട്ടോ. സാറിന്റെ നല്ല വാക്കുകൾ തന്നെയാ ഏറ്റവും വലിയ സമ്മാനം. എന്നാലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം തരാൻ ഞാൻ ശ്രമിക്കാം. ഒരു നല്ല സമ്മാനം തന്നെയായിരിക്കും. ഓക്കെ അങ്കിൾ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. നിങ്ങള് ശിവമലയിലെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലേക്കാ പോകുന്നത് അല്ലേ? അല്ല, അത് അങ്കിളിന് എങ്ങനെ മനസ്സിലായി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പഠിച്ചാ മനസ്സിലാവും. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അർത്ഥമുണ്ട്, ഫലവും. അത് ദേവസ്ഥാനങ്ങളെ സങ്കല്പിച്ച് ചെയ്താൽ മാത്രമല്ല, മഴയെ സങ്കല്പിച്ചും വെയിലിനെ സങ്കല്പിച്ചും മലയെ സങ്കല്പിച്ചും നമുക്ക് നേർച്ചയായിട്ട് നേരാം. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സങ്കല്പിച്ചിട്ട് നടത്താതിരുന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മറന്നുപോകും. ആ പ്രത്യാഘാതങ്ങൾ ഇതുപോലുള്ള സൂചനകളിലൂടെയാണ് നമ്മളിലെത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും സങ്കല്പങ്ങൾ, നേർച്ചകൾ നടപ്പാക്കാതെ കിടപ്പുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇല്ല, അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ഓർമ്മയില്ല എനിക്ക്. തെറ്റ്. ഇല്ലാത്തതല്ല, ഓർമ്മയില്ലാത്തതാണ്. എന്നാൽ അങ്ങനെ എന്തോ ഉണ്ട്. അതാണ് ഞാൻ എന്റെ കണ്ണാലെ കണ്ടത്. ഇവിടെ ഈ നാട്ടിൽ കെട്ടി ഉയർത്തിയ നിങ്ങളുടെ 2ാം ജന്മത്തിലാകണമെന്നില്ല, പൂർവജന്മത്തിൽ. അതായത് എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോരുന്നതിന് മുമ്പുള്ള കാലത്ത്. അന്ന് ഈ കുഞ്ഞുമായി ബന്ധമുള്ള ആരെങ്കിലും സങ്കല്പിച്ചതാവാം. ആ സങ്കല്പം നേർച്ച പൂർത്തിയാക്കാതെ വന്നിട്ടുണ്ടാകും. അതിന്റെ പേരിലുള്ള ദൈവകോപമാണ് കുഞ്ഞിന്റെ ഈ കിടപ്പിന് കാരണം. ഒന്നുകൂടി ഒന്ന് ആലോചിക്കൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പറഞ്ഞാലേ പറ്റൂ. എല്ലാം നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം. ദേവി തന്നെ യഥാർത്ഥ ഉത്തരം കാണിച്ചു തരട്ടെ. മൃത്യുഞ്ജ ഹോമവും പുനരുജ്ജീവന ആവാഹനവും കൂടി നടത്താൻ മാത്രം മറക്കരുത്. പുനരുജ്ജീവന ആവാഹനം അതിതുവരെ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുണ്ട്. നമ്മൾ ഉടവാൾ വെച്ച് പൂജിച്ച ശ്രീമൂല സ്ഥാനത്ത് തൃപ്പങ്ങോട്ട് തറവാട്ടുകാര് കാലാകാലങ്ങളായി നടത്തിവരുന്ന വിശേഷപ്പെട്ട പൂജയാണത്. നമ്മുടെ തറവാട്ടിൽ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും അവരുടെ ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും കരുത്തും ഉറച്ചു കിട്ടാൻ ഇതൊരു നേർച്ച പോലെ നടത്തും. പിറക്കാൻ പോകുന്ന എന്റെ മകന്റെ പേരിലും അത് നടത്തണമെന്ന ശ്യാമളേച്ചി സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ആഹാ, എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ നടത്തിയാലോ? അത് വേണ്ട, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു മതി. 1 വയസ്സാകുമ്പോഴെങ്കിലും അത് നടത്തിയില്ലെങ്കിൽ ദേവി അടയാളം കാണിച്ചു തരുമെന്ന അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഉണ്ട്, കാരേറ്റമ്മ പറഞ്ഞതുപോലെ ഒരു നേർച്ചയുണ്ട്. അവനെ പ്രസവിച്ച ഞങ്ങളുടെ സുഭദ്രാമ്മ നേർന്നതാണത്. അവൻ ജനിച്ചു കഴിഞ്ഞാ അവൻ 1 വയസ്സ് തികയുന്നതിനകം ശ്രീമൂല സ്ഥാനത്ത് ദേവിക്ക് ദിവസപൂജയും മഹാമൃത്യുഞ്ജയ ഹോമവും പുനരുജ്ജീവന ആവാഹനവും
പൊങ്കാല നിവേദ്യവും നടത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. അപ്പൊ അതാണ് കാര്യം. കുഞ്ഞിന് ഇത്രയും പ്രായമായിട്ടും അവന്റെ 1-ാം പിറന്നാളിന് മുമ്പ് സമർപ്പിക്കേണ്ട നേർച്ച സമർപ്പിക്കാത്തതിൽ ദേവി കാണിച്ചു തന്ന സൂചനയാണിത്. കുഞ്ഞിന്റെ ഈ അസുഖത്തിൽ പേടിക്കാനൊന്നുമില്ല. ഇത് അമ്മയുടെ മാരിവിത്ത. ദേഹത്ത് പതിച്ചതുപോലെ അത് പൊഴിഞ്ഞു പോവും. ഒരു കാര്യം മാത്രം ചെയ്താ മതി. ദേവിക്കുള്ള ആ നേർച്ച എത്രയും വേഗം നടത്തുക. പറ്റിയാൽ നാളെയോ മറ്റന്നാളോ തന്നെ. എന്താ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.